സൂപ്പർ സിനിമ. ഇന്നത്തെ ഗ്രാമീണ അന്തരീക്ഷമൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഫാമിലി എന്റെ തന്നെ സൂപ്പറായിട്ട്. പടം ഒരു നല്ലൊരു ഫാമിലി പടമാണ്. അത് ഇപ്പോഴത്തെ ജീവിതശൈലി വെച്ച് നോക്കുമ്പോഴത്തെ കുടുംബം എന്താണെന്നുള്ളത് ഈ കഥയിലൂടെ അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധം കണക്കും മടക്കങ്ങളും ഉള്ളതാണ്. അത് സൗമ്യമായി തീർക്കേണ്ടത് രണ്ടുപേരുടെ അത്യാവശ്യം, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ. താങ്ക് യു. നല്ല പടം, നല്ല പടം, നല്ല മൂവി. സൗബിന്റെ നല്ല ഫാമിലി ചിത്രമാണ് കേട്ടോ. ഒരു കുടുംബ കഥയാണ്. ശരി, അടിപൊളി പടം കേട്ടോ. ഫാമിലി പ്രേക്ഷകർ തീർച്ചയായിട്ടും സൂപ്പർ അഭിനയല്ലേ. നല്ല അഭിനയം എല്ലാം നമ്മൾ ഫാമിലി റിലേറ്റഡ് ആയിരുന്നു. നല്ല പടമാണ്. ഭയങ്കര നല്ലതാണ്. ഈ സിനിമ ഉന്നയിക്കുന്ന വിഷയം സമകാലികമാണ്. അതായത് ആണിനും പെണ്ണിനും തുല്യനീതിയാണോ എന്നൊരു ചോദ്യം ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു നല്ലൊരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചേച്ചിയുടെ നിലപാടുകൾ ആ കാര്യത്തില് കറക്റ്റ് അല്ലേ? നമ്മളെല്ലാം ഇക്വാലിറ്റി ഘോരം പ്രസംഗിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അതിനെ റിഫ്ലക്ട് ചെയ്തോണ്ടുള്ള ഒരു സിനിമയാണിത്. കറക്റ്റ് ആണ്, അതിൽ കൊടുത്തിരിക്കുന്ന മെസ്സേജ് വളരെ കറക്റ്റ് ആണ്. അത് വളരെ നല്ലൊരു കഥയിലൂടെ പറയാൻ സാധിച്ചത് സന്തോഷം ആ സിനിമയിൽ. അപ്പൊ ഒരു ചോദ്യം കൂടി, അതായത് ഇപ്പോൾ സ്ത്രീ പുരുഷന്റെ കാര്യം വരുമ്പോൾ എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നിയമം പ്രവർത്തിക്കുന്നതായിട്ട് തോന്നലുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ചേച്ചിയുടെ നിലപാടെന്താണ്? എങ്ങനെ വരണം? ജുഡീഷ്യറി കുറച്ചും കൂടെ മെന്നിനെ കൂടി കുറച്ചും കൂടി കൺസിഡർ ചെയ്യണം. ഇപ്പോഴത്തെ ജുഡീഷ്യൽ സിസ്റ്റം കംപ്ലീറ്റ് വിമനെ ഭയങ്കരമായിട്ട് ഫേവർ ചെയ്യുന്ന ഒരു ജുഡീഷ്യറിയാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ഫാമിലി കോർട്ട് വരുമ്പോൾ ആയിട്ട് പറയാം, ഫാമിലി കോർട്ടിന്റെ കേസസ് വരുമ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് പ്രിഫറൻസസ് കൊടുക്കുന്ന ഒരു മേഖലയാണത്. അത് തിരുത്തി കൊടുക്കേണ്ട സമയം കേരള മെൻസ് അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. അത്